അർജുനെ ഞാൻ കൊന്നു നിനക്ക് വേണ്ടി. ഈ ഗെയിമിനെ കുറിച്ച് നിനക്ക് എങ്ങനെ അറിയാം? ആരാ നീ? പറയാ. റിലാക്സ് സിദ്ധു, ആദ്യം ഞാൻ പറയുന്ന കേക്ക്. ബോസ് നിന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് ഡെഡ് ലൈൻ തന്നപ്പോ നീ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു. ഓഫീസിലുള്ളവരൊക്കെ നിന്നെ കളിയാക്കി ചിരിച്ചപ്പോ എനിക്ക് വല്ലാതെ പാവം തോന്നി. നീ വളരെ നല്ല മനുഷ്യനാണ് സിദ്ധു. നിന്നെ സഹായിക്കാന്ന് വിചാരിച്ച് ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്നു. നിന്റെ കൺമുന്നിൽ വെച്ച് എന്നെ നിന്നെ ചീറ്റ് ചെയ്തവരെ നീ ക്ഷമിക്കാന്ന് പറഞ്ഞപ്പോ നിന്നെ പോലെ ഒരുത്തെ ഏത് പെൺകുട്ടിക്ക് കിട്ടും? നീ തന്നെ പറ സിദ്ധു. അന്ന് നമ്മുടെ വഴക്ക് കഴിഞ്ഞ് നീ ഫ്രസ്ട്രേറ്റ് ആയത് ഓർത്തപ്പോ സോറി പറയാന്ന് വിചാരിച്ച് ഞാൻ വന്നു. അപ്പോ ഈ ഗെയിമിനെ കുറിച്ച് നീ ആരുടെ അടുത്തോ സംസാരിക്കുന്നത് കേട്ടു. നിന്റെ ലൈഫിൽ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ ഒരു ഡേഞ്ചറസ് ട്രാപ്പിൽ കുടുങ്ങിയിരിക്കാന്ന് മനസ്സിലായി. സോ അന്ന് മുതൽ നീ അറിയാതെ ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ മരിച്ചാലും സാരമില്ല സിദ്ധു. ഐ വോണ്ട് യു ടു ബി സേഫ്. എനിക്കറിയില്ല എന്റെ സ്നേഹം ഞാൻ നിനക്ക് എങ്ങനെ പറയണോന്ന്. ഞാൻ പറഞ്ഞതൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീയും എന്നെ സ്നേഹിക്കും, അല്ലെങ്കിൽ പിന്നെ എന്നെ കൊന്നേക്ക്. വെൽ ഡൺ സിദ്ധു, കീപ് ഇറ്റ് അപ്പ്. ഇനി എന്റെ ഗെയിം എല്ലാം നിന്നോടൊപ്പമാണ്. വൺ ഫൈനൽ ടാസ്ക്. ഞാൻ മരിക്കാന്ന് വിചാരിച്ചത് ഞാൻ സ്നേഹിക്കുന്നവർ എന്തിനെ എന്നിൽ നിന്ന് പിരിച്ചൊന്ന് ദൈവത്തിന്റെ കാലിൽ വീണ് ചോദിക്കാൻ വേണ്ടിയാണ്. ജീവിതം ഫുള്ള് ഞാൻ അന്വേഷിച്ചത് ഒരു ജെന്യൂൻ ലവിന് വേണ്ടിയാണ്. ഇപ്പൊ അതെന്റെ മുമ്പിലുണ്ട്. സോ എന്റെ വഴിക്ക് വരാതിരുന്നാൽ അത് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ you know my fucking power. ഇപ്പൊ എന്റെ ഈ പ്രേമത്തിന് വേണ്ടി ആ ദൈവത്തിനെ പോലെ ഞാൻ എതിർക്കും. You are fucking nothing. സിദ്ധു, സിദ്ധു, സിദ്ധു. ഇതുവരെ ഞാൻ ഒന്നിനും പ്രയോജനമില്ലാത്തവനെന്നാ വിചാരിച്ചത്. ബട്ട് ഐ ഫീൽ ഐ എം ദ മോസ്റ്റ് ലക്കിയസ്റ്റ് വൺ റൈറ്റ് നൗ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിന്റെ പ്രേമം കൈകളിൽ കാണിച്ചിരിക്കുകയാണ്. ഐ ലവ് യു താര. ഐ റിയലി ലവ് യു. സിദ്ധുവിന്റെ കാർ അവസാനമായി കാണിക്കുന്നത് സൂര്യ പെട്രോളിലാണ്. After that, no trace for Sidhu's car, sir. ഈ ഗെയിമില് അവനൊരു ഇമ്പോർട്ടന്റ് പ്ലെയർ ആണ്. വി ഹാവ് ടു ക്യാച്ച് ഹിം. പക്ഷെ അവനെ ഹൈലു തീർച്ചയായിട്ടും കൊല്ലും. ബി കെയർഫുൾ വിത്ത് ഹിം. എന്താന്ന് വെച്ചാ ഹി ഈസ് ഇൻ ലവ് നൗ. സിദ്ധു, നീ എന്നെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുവന്ന്? ഇത് ഏത് സ്ഥലോ? നീ എന്തിനാ ഇത്രയും ഡെഡ്ലി ഗെയിം കളിക്കുന്ന? പറ. ഞാനത് വിട്ടല്ലോ. അതിന് അവര് നിന്നെ വിടണ്ടേ? I don't give a f anymore. സിദ്ധു, നീ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു പ്ലേസിൽ വന്നിട്ട് we should explore each other. നമ്മൾ സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ
പിന്നെ സ്നേഹിച്ചിട്ട് എന്ത് കാര്യം? നോക്ക്, ആംബിയൻസ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന്. നേച്ചർ ഹാസ് ഇറ്റ്സ് ഓൺ മ്യൂസിക് ഫോർ ഇറ്റ്സ് ലിസണേഴ്സ്. ആഹാ, യു നോ ദർസ് എ സൗണ്ട് ട്രാവലിംഗ് തിയറി. ഓക്കെ. നമ്മളും സൗണ്ടിന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. അതെയോ? കം വിത്ത് മീ, കം ലെറ്റ്സ് സീ. നമ്മുടെ ഇയേഴ്സ് എക്സാക്റ്റ് ആയിട്ട് ഒരു മൈക്ക് പോലെ പ്രവർത്തിക്കും. ഇങ്ങനെ കണ്ണ് മൂടി കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നിന്റെ മനസ്സിന് ഇഷ്ടമുള്ള ഒരു സൗണ്ട് നിന്നെ അട്രാക്ട് ചെയ്യും. ഒബ്സർവ്. ഇപ്പൊ നിനക്ക് എങ്ങനെ തോന്നുന്നു? ഓ വാവ്. ഇപ്പൊ പറ, നിന്റെ ക്ലോസസ്റ്റ് സൗണ്ട് എന്തായിരുന്നു? നിന്റെ ഹാർട്ട് ബീറ്റ് താര. What the Are you serious? യാ. ഇമോഷൻസ് ഇമോഷൻസ് ഇമോഷൻസ്. കണ്ടില്ലേ എന്താ സംഭവിച്ചെന്ന്? എടാ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ റിലേഷൻഷിപ്പും ഇമോഷൻസും നിന്നെ വീക്കാക്കുമെന്ന്. ഏയ്, താര സേഫ് ആണെന്ന് പറയേ. ഏയ്, പൊന്നു. I didn't say anything wrong, yeah. ബന്ധങ്ങളും സ്നേഹങ്ങളും എല്ലാം എപ്പോഴോ നഷ്ടമായിരിക്കുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് നേരിട്ട് കണ്ടോളൂ. താര, നീ ഗെയിമിൽ നിന്നും പുറത്തു വരാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പുതിയതായിട്ടൊന്ന് സൃഷ്ടിച്ചില്ലേ? യു ആർ ടേക്കിംഗ് ടു യുവർ ഫ്രീഡം. സിദ്ധു, അവർ പറയുന്ന ഒന്നും നീ ചെയ്യരുത് പ്ലീസ്. സിദ്ധു, നോക്ക, ഞാൻ ചത്തുപോയല്ലോ. നീ അവരെ പറയുന്നത് ചെയ്യരുത്. നിനക്കെല്ലാം നൽകിയവൻ തിരിച്ചെടുത്തതിന് ശേഷം നിന്നെ ഒറ്റയ്ക്കാക്കാൻ എനിക്ക് അധിക സമയം ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് പറയേ. But this time, it's not for the money, it's for Tara. ഇതാണ് എന്റെ ഫൈനൽ ടാസ്ക്. താര എന്റെ അടുത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. ഷുവർ, നിനക്ക് മറ്റൊരു ചാൻസ് കൂടി നൽകാം. എന്തിനാണെന്നറിയാമോ? നീ എന്റെ ഫേവറേറ്റ് പ്ലെയർ ആണ്, അതുകൊണ്ട്. പക്ഷെ ഈ പ്രാവശ്യം നിന്റെ കളി എന്നോട് വേണ്ട. ഞാൻ താരയെ അങ്ങോട്ട് അയക്കാം. ഹേ നിപുൺ, ക്യാമറ ഓഫ് ചെയ്യ്. Shut okay. സമ്മതിച്ചു അല്ലേ ഡോക്ടർ? യെസ് മൈ ഡാർലിംഗ്.
അതുകൊണ്ടാണ് നീ എപ്പോഴും എന്റെ സ്റ്റാറായിട്ട് ഇരിക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളത് നീ നന്നായിട്ട് ചെയ്തു. ഇനി അവൻ എന്ത് ചെയ്യും? He's madly in love with me, doctor. But doctor, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ജോലിയുണ്ട്. യു നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. Yeah. ഓൾറൈറ്റ്, ജോലികൾ തുടങ്ങട്ടെ. താര, are you okay? അവൻ നിന്നൊന്നും ചെയ്തില്ലല്ലോ. നിനക്ക് ബുദ്ധിയില്ലേ? അവരെന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു നീ ടാസ്ക് ചെയ്യാൻ സമ്മതിച്ചോ? നീ ചെയ്തതിനൊന്നും വലിയ കാര്യമില്ല താര. ഞാനിപ്പോ തിരിച്ചു വന്നില്ല. നീ ഒന്ന് റിലാക്സ് ആവ പ്ലീസ്. ഓക്കെ. സിധു, നീ എന്നെ കുറിച്ച് ആലോചിക്കരുത്. ജസ്റ്റ് ക്വിറ്റ് ദ ഗെയിം പ്ലീസ്. അല്ല താര, ഈ ഗെയിം ഞാൻ കളിക്കും. പക്ഷെ അവൻ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ വിചാരിക്കുന്ന പോലെ. ഈ ഗെയിം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ? അവനെന്തോ വലുതായിട്ട് പ്ലാൻ ചെയ്തു താര. ആദ്യം അത് എന്താണെന്ന് മനസ്സിലാക്കണം. നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്ന? സിധു, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞില്ല. എന്തുപറ്റി? എനിക്ക് ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട്. യുനോ ദ ഗോസ്റ്റ് ഫ്രം ദ പാസ്റ്റ്. അതിനുവേണ്ടി ഞാൻ മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ട്. ഇപ്പോ ബിയർ കഴിച്ചല്ലോ, അതുകൊണ്ട് ടാബ്ലറ്റ്സ് കഴിക്കാമോ വേണ്ടേന്ന് ഡോക്ടറിന് മെസ്സേജ് ചെയ്തതാ. ഓ അതോ, അത് നിന്റെ ബാഗിൽ അന്വേഷിക്കുമ്പോൾ കണ്ടതാ. ഇറ്റ്സ് ഓക്കെ. ഡെഫിനറ്റ് ആയിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ബേബി, ആരാണ് ബേബി? വെടിവെച്ച് കൊന്നോളെ ഞാൻ. ഇതൊക്കെ സൈക്കാട്രിസ്റ്റ് മദൻ മോഹനാ പ്ലാൻ ചെയ്തത്. Idiot. നീ അങ്ങേരുടെ പേഷ്യന്റാ സിദ്ധു. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റാ. നിന്നെ മാറ്റണമെന്ന് പറഞ്ഞ എന്നെ ഇങ്ങോട്ട് അയച്ച്. ഞാൻ പേഷ്യന്റോ? സത്യമൊക്കെ തുറന്നു പറഞ്ഞ നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ടാ ഞാനൊന്നും പറയാത്തത്. ഞാൻ എത്ര കള്ളം പറഞ്ഞാലും ശരി, ഞാൻ നിന്നെ പ്രേമിക്കുന്നത് സത്യം. Believe me, സിദ്ധു, പ്ലീസ്. ലിഫ്റ്റ് ചെയ്യ. നിന്നെ വിശ്വസിക്കണ വേണ്ട, നീ ഫോൺ കോൾ ഡിസൈഡ് ചെയ്യും. സ്പീക്കർ ഓൺ ചെയ്യ. എടുക്ക്. ഹലോ താര, പറ. അവനടുത്ത് തന്നെ ഉണ്ടോ? ഇല്ല, കാര്യം പറ. നമ്മുടെ പ്ലാൻ അനുസരിച്ച് യഥാർത്ഥമായിട്ട് ലവ് ചെയ്യുകയാണെന്ന് അവനെ വിശ്വസിപ്പിച്ചു. What the fuck? അവനെ നീ വിശ്വസിക്കരുത്. ഞാൻ അങ്ങനെ ഒരു പ്ലാനും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്ക് സിദ്ധു. നീയും പ്ലാൻ ചെയ്തായിരുന്നോ? എന്തിനാ എന്റെ ജീവിതത്തിൽ കളിക്കുന്നത്? അമ്മ വീണ്ടും എന്റെ ലൈഫിലേക്ക് എന്തിനാ വന്നത്? സിദ്ധു, സിദ്ധു, ഫോൺ എടുക്കരുത് പ്ലീസ് സിദ്ധു. എന്താ നടക്കുന്നത് ഇവിടെ? സിദ്ധു,
സിദ്ധു ഹലോ ഹലോ സിദ്ധു എല്ലാം ഓക്കേ അല്ലേ? എടാ പന്നെ, അവള് പറയുന്നതൊക്കെ ശരിയാണോ? ഇതൊക്കെ ചെയ്തത് എന്റെ അമ്മയാണോ? ഓ എല്ലാം അവള് പറഞ്ഞോ? യെസ്, ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് നിന്റെ അമ്മ അർച്ചനയാണ്. നിന്നെ കൊല്ലുന്നതാണ് അവരുടെ ലക്ഷ്യം. എന്തിനാണെന്നറിയാമോ? അവളൊരു കോടീശ്വരിയാണിപ്പോൾ. നിന്നെ പോലൊരു ക്രിമിനലാണ് മകനെന്ന് അവരറിഞ്ഞാൽ തന്റെ സ്റ്റേറ്റസിന് അത് റിസ്ക് അല്ലേ? എന്നെ ക്രിമിനൽ ആക്കിയത് തന്നെ അവരാണ്. അവരെവിടെയാണെന്ന് പറ, ഞാൻ നിന്റെ കൈകൾ കൊണ്ട് അവരെ കൊന്നളഞ്ഞേക്കാം. ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഹാപ്പി ഫാമിലി ടൈം.